ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സമയം എത്രയെന്നറിയോ? രാത്രി 4:30 മണിയാണ്. രാത്രിയല്ല, പുലർച്ചെ 4:30 മണിയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എണീറ്റത് എന്തിനാ അറിയോ? പഠിച്ചോനെ, ഈ സമയത്ത് ഞാൻ എണീറ്റത് എന്തിനാ അറിയോ? നോമ്പ് നോക്കാനാണ്. അപ്പം എനിക്ക് നോമ്പിന് ഫുഡ് ഉണ്ടാക്കി തരുന്നത് ആരാണെന്നറിയോ? എൻ്റെ ഇവിടുത്തെ ഒരു ഫ്രണ്ട് ശശിധർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലത്തെ എൻ്റെ ഒരു നല്ലൊരു ചങ്ങയാണ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, ഞാൻ പുള്ളിക്കാരനെ കാണിച്ചു തരാം എന്ന് പറയില്ല. പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പറയാം, ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണോ, എവിടെ പോയാലും ജാതി ഭേദ മതം ഒരിക്കലും പാടില്ല. ഏത് മതത്തിലാണെങ്കിലും മനുഷ്യനെ സ്നേഹിക്കണം. മറ്റുള്ള മതത്തെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കരുത്. സോ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. എണീറ്റ് വരുമ്പോൾ തന്നെ അവന് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത്താഴ സമയത്ത് ഞാൻ ചോറ് കഴിക്കാറില്ല എന്ന് അവനക്കറിയാം. അതുകൊണ്ട് അവന് സേമിയ പായസമൊക്കെ ആക്കി നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം. ജാതി ഭേദ മതങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലൊരു കുഞ്ഞു ജീവിതം. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അവന് അവിടെ കുക്ക് ചെയ്യുന്നു. നോക്കെ, ഇതാ ഇവരുടെ പായസം എങ്ങനെ അറിയോ? ആദ്യം ഇവർ സേമിയ കുതിർത്ത് വെക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ പഞ്ചസാര വെതറും, അതിൻ്റെ മുകളിൽ പാലൊഴിക്കും. ഞങ്ങളുടെ പോലെ എല്ലാം ഒരുമിച്ചിട്ട് ചെയ്യില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടെ പാലൊഴിച്ചു തരാം കേട്ടോ. പിന്നെ അതിനെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ കുടിക്കേണ്ടത്. പക്ഷെ നല്ല ഭംഗിയാണ്. ഒന്നാമത് എനിക്ക് നല്ല രീതിയിൽ കഫക്കെട്ടും പിന്നെ പനിയും ജലദോഷങ്ങളൊക്കെ പിടിച്ച ഈ ഒരു സമയമാണ്. സൗണ്ട് അത്ര ക്ലിയർ ഇല്ല കേട്ടോ ഈ സമയത്ത്, എൻ്റെ ഈ ഒരു സൗണ്ട്. ഇവിടെ നമ്മൾ ജാതി ഭേദങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ട് പോകുന്നു. സോ ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇവിടെ 5:22 വാങ്ങുക. നീ സ്വല്പ ഭയമിച്ചു. ഇവിടെ 5:22 വാങ്ങുക. കറക്റ്റ് 5:22 സോറി 5:15 ആകുമ്പോൾ ചായയൊക്കെ ആക്കി തരും കേട്ടോ. പിന്നെ ഇതും കഴിഞ്ഞ് സുബീൻസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുക. പിന്നെ എണീക്കാൻ 11 മണിയെങ്കിലാവും. ഇപ്പം ഈ സമയത്ത് നമുക്ക് ഡ്യൂട്ടിക്ക് 11:30 എത്തിയാലും മതി. കാരണം ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ഇത് നോമ്പെടുക്കുന്നത് കൊണ്ട് 11:30 എത്തിയാലും മതി. അത്രക്കും അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജാതി ഭേദ മതം ഇല്ലാണ്ട് പോയതാണ്. സോ നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കിട്ടി. സോ ഈ ഒരു കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കാം.